ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് കാണിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അകത്താണല്ലോ വെക്കാറ്. അകത്ത് വെക്കുന്ന ചെടികൾക്ക് സ്മെല്ല് വരാത്ത രീതിയിലുള്ള ഫെർട്ടിലൈസറാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സിന് മാത്രമല്ല, ഫ്ലവറിങ് പ്ലാന്റ്സിനും നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടെങ്കിൽ അതിലെ ചെടികൾക്കും ഒക്കെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന മുട്ടത്തോടാണ്. മുട്ടത്തോട് നമുക്ക് ഏതെങ്കിലുമൊക്കെ കടകളിൽ നിന്ന് ചോദിച്ച ചായക്കടകളിൽ നിന്നോ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതേപോലെ കുറച്ച് കൂടുതൽ നമ്മൾ വാങ്ങിച്ചിട്ട് ഇതേപോലെ കഴുകി വെയിലത്തിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജാറ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി നമുക്കൊരു ജാറ് വെച്ചൊക്കെയാണെങ്കിൽ നമുക്കിതേപോലെ ഇങ്ങനെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചൊരു ടിന്നിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ മാത്രം മതി നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട്. അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു ഫെർട്ടിലൈസറാണ് എൻ്റെ പ്ലാന്റ്സിനൊക്കെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടൊക്കെ തന്നെയാണ് എൻ്റെ പ്ലാന്റ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് വെച്ച് പിടിപ്പിച്ചതാണ്. നമുക്കിതിനൊക്കെ ഈ ഒരു ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടികൾക്കും വളരെ നല്ലതാണ്. മുട്ടത്തോടിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചെടികൾക്ക് നല്ല വളർച്ചയും ഇലകൾക്കൊക്കെ നല്ല തെളിച്ചവും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ അഡീനിയം ചെടികൾക്കും മുട്ടത്തോട് വളരെ നല്ലതാണ്. അഡീനിയം ചെടികൾക്ക് മറ്റു വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വേര് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുട്ടത്തോടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ അഡീനിയം ചെടികൾക്കൊക്കെ മുട്ടത്തോടാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടാതെ നമ്മുടെ ബോഗൻവില്ലയിൽ നിറയെ പൂക്കൾ ഉണ്ടാകാനും ഈ മുട്ടത്തോട് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബോഗൻവില്ലയിൽ ഇപ്പോൾ ഈ മഴക്കാലത്താണെങ്കിൽ പോലും നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുട്ടത്തോട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടാതെ ബോഗൻവില്ലയിൽ നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് പ്രൂണിങ് അത്യാവശ്യമാണ്. അപ്പോൾ നല്ലപോലെ ഇത് പ്രൂൺ ചെയ്തിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയതുകൊണ്ട് 19 പോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനെ നമുക്ക് അങ്ങനെ അകത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറിന് പകരം മുട്ടത്തോട് തന്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഏതൊരു പ്ലാന്റ്സിനാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലുള്ള ജൈവ രീതിയിലുള്ള മുട്ടത്തോട്, ഉള്ളിത്തൊലി, കൂടാതെ നമുക്ക് ഉപയോഗിച്ച തേയിലയും ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ അതും ഒരു നൈട്രജൻ വളമാണ്. ബൊഗൈൻവില്ല മഴക്കാലത്ത് ഒട്ടും മഴ കൊള്ളാത്ത ഒരു സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. എന്നാൽ മാത്രമേ നിറയെ ഇതേപോലെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഒട്ടും വെള്ളം ആവശ്യമില്ലാത്ത ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമോ മറ്റോ ഒന്ന് വാടുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസവും മഴക്കാലത്ത് 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസവും മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെടി പ്രൂൺ ചെയ്യുമ്പോൾ മാത്രം നൈട്രജൻ വളം കുറച്ചിട്ട് കൊടുക്കാം. ഇതിനുശേഷം ഇലകളൊക്കെ വന്നു കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് ഇലകളൊക്കെ വാടി നിൽക്കുകയാണെന്ന് തോന്നുന്ന സമയത്ത് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേ നിറയെ പൂക്കളുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ബോഗൻവില്ല എപ്പോഴും നിറയെ പൂക്കളായിട്ട്, മഴക്കാലത്താണെങ്കിൽ പോലും നിറയെ പൂക്കളായിട്ട് നമുക്കിങ്ങനെ നിർത്താനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. താങ്ക് യു.